നമ്മോട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട മാന്യസ്നേഹിതനെ ക്ഷണിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നാളെ 3:30 മണിക്ക് പെരിന്തൽമണ്ണ സുന്നി മഹലിൽ വെച്ചുകൊണ്ട് പെരിന്തൽമണ്ണ താലൂക്കിലുള്ള എല്ലാ മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാഞ്ചി, ഖതീബ്, മുദരിസ് ഇവരുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച വിവരം സയ്യിദുട്ടി ഹാജി അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉസ്താദ് OKM മൗലവി അറിയിച്ചിട്ടുണ്ട്. ആ വിവരം അറിയിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ തങ്ങളുടെ ഒരൊറ്റ സംഭവം. കഴിഞ്ഞ വിശുദ്ധ റമദാൻ മാസത്തിൽ ഈ വിനീതൻ മസ്കത്തിലായിരുന്നു 20 ദിവസം. ആലപ്പുഴയിൽ തുടങ്ങുന്ന ശംസുൽ ഉലമ വാഫി കോളേജിന്റെ പ്രചരണ പ്രവർത്തനവുമായിട്ട് മാന്നാർ ഇസ്മായിൽ കുഞ്ഞ് ഹാജിയുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ പോയ സമയത്തൊക്കെ നിരാശ വന്ന സമയങ്ങളിൽ ഇസ്മായിൽ കുഞ്ഞ് ഹാജി എന്ന് പറയുന്ന സമ്പന്നനായ ദീനി ഖാദിമായ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ശിഫയും അദ്ദേഹത്തിനും നമുക്കും നൽകട്ടെ. പിരിവ് നടക്കാത്തൊരവസ്ഥ വന്നപ്പോ അലി ഉസ്താദിനൊക്കെ അറിയാം, ലക്ഷ്യം വെച്ച സ്ഥലത്തെത്തുമ്പോൾ ആ ലക്ഷ്യം പോണിയാതിരിക്കുമ്പോഴുണ്ടാകുന്ന ആ സങ്കടം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും വന്ന സമയത്ത് കണ്ണീർത്തുള്ളികൾ നിരാശനായി വലിയ ഒരു മനുഷ്യൻ സലാലയിലെ റൂമിൽ വെച്ചുകൊണ്ട് തേങ്ങുന്നത് കണ്ടപ്പോൾ എന്റെ ബാഗിൽ ശംസുൽ ഉലമ തങ്ങളുടെ ഒരു മൗലൂദുണ്ട്. ഞാൻ പറഞ്ഞു നമുക്കിത് ഓതുക എന്ന് പറഞ്ഞു. ഓതി അങ്ങനെ 7 ലക്ഷം രൂപയുടെ ഒരു ക്ലാസ് റൂം ഒരാൾ ഏറ്റെടുത്തു. അങ്ങനെ മൊത്തം 45 ലക്ഷം രൂപയുടെ പദ്ധതി, ഉദ്ദേശിച്ച പദ്ധതി 2 തവണ ഞങ്ങൾ ഓതിയ ശംസുൽ ഉലമ തങ്ങളുടെ മൗലൂദ് കൊണ്ട് കിട്ടി എന്നുള്ളത് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നടന്ന ഒരു സംഭവമാണ്. ക്യാൻസർ ബാധിച്ച് എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വഫാത്തായ ശംസുൽ ഉലമയെ ഞാൻ കണ്ടു. ഡോക്ടർമാർ പറയുന്നത് ശബ്ദം ഇല്ല എന്നാണ്, തിരിച്ചു കിട്ടൂല എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ജീവിക്കാം, അത് ഭാഗ്യം, അത് ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ഈ വിനീതൻ കാണുന്നത് ഇങ്ങനെയാണ്: നീ പേടിക്കേണ്ടതില്ല, ഞാൻ കൂടെയുണ്ട് എന്ന്. നീ പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന്. ഒരു മുജാഹിദ് പ്രവർത്തകന്റെ മഹർമാല നഷ്ടപ്പെട്ടു, ഭാര്യന്റെ മാല നഷ്ടപ്പെട്ടു. അങ്ങനെ കുടുങ്ങിയോ ഇടങ്ങാറായോ പല അന്വേഷണം നടത്തി കിട്ടിയില്ല. അങ്ങനെ അസുഖബാധിതനായി കിടക്കുന്ന എന്റെ അടുത്ത് ഇവൻ വന്നു. ഇവൻ മൂത്ത മുജാഹിദിന്റെ പ്രവർത്തകനാ. ഭാര്യന്റെ മഹർമാല കാണില്ല. ഫൈസി എന്താ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫൈസി എന്താ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശംസുൽ ഉലമ തങ്ങളുടെ പേരിൽ, മഹാനായ ഇ കെ ഉസ്താദിന്റെ പേരിൽ 21 യാസീൻ ഓതിക്കഴിഞ്ഞാല് പിന്നെ അത് കിട്ടുമെന്ന് പറഞ്ഞു. ഓതണോ ചോൻ അങ്ങനെയല്ല, തപസ്സുലും അതൊന്നും അത്ര ഇല്ല, ഓതണമെന്ന് പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ പൈസ 4:30 4 വട്ടം ഓതി. ഇപ്പൊ 4:30 സാധനം കിട്ടി. ഞാൻ ചോദിച്ചു എങ്ങനെ കിട്ടി? അവസാനം എന്റെ പെണ്ണുങ്ങള് തലയണന്റെ ഉറങ്ങാൻ കുടഞ്ഞു, അതിന്റെ ഉള്ളിൽ ഞാൻ ചാടി എന്ന് പറഞ്ഞു. മാസങ്ങളായി കാണാത്ത മഹർമാല 21 യാസീൻ മഹാനായ ശംസുൽ ഉലമ തങ്ങളുടെ പേരിൽ ഓതിയപ്പോ റെഡിയാ. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഒരു ഫാത്തിഹ ഓതുക. പ്രസംഗം തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു ഫാത്തിഹ ഓതുക. എന്തെങ്കിലും ഇടങ്ങേറ് വരാണോ, ശംസുൽ ഉലമ തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ റെഡിയാണ്. ആ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. സമസ്ത സമ്മേളനം നടക്കുമ്പോ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോ നമ്മളൊക്കെ ഇതാ മഴ പെയ്തു എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെയ്തെന്താ, ഒരു ഫാത്തിഹ ഓതി. ചുറ്റുഭാഗത്തു നല്ല മഴ. സമ്മേളന നഗരിയിൽ മഴയില്ല. ശംസുൽ ഉലമ തങ്ങളുടെ നാമധേയത്തിലുള്ള നഗരിയിൽ മഴയില്ല. ഒരു സ്ഥലത്ത് വെള്ളമില്ലാത്ത സമയം ശംസുൽ ഉലമ തങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുറിപ്പ് വന്നു, മഴയില്ല, ദുആ ചെയ്യണം. ശംസുൽ ഉലമ ആകാശത്തേക്ക് കൈ ഉയർത്തി, നീയാണോ മലിക്കുൽ ജബ്ബാർ? നീ മലിക്കുൽ ജബ്ബാറാണെങ്കിൽ മഴ വേണം. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്തു. പ്രസംഗം നിർത്തേണ്ടി വന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മഹാന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഓർമ്മ തന്നെയാണ്. അല്ലാഹു ഖൈറും ബറക്കത്തും ആഫിയത്തും ഒക്കെ നമുക്ക് നൽകട്ടെ. ഒരു ഫാത്തിഹ മഹാന്റെ പേരിലും. ഇന്ന് വഫാത്തായ തിങ്കളാഴ്ച സമസ്തയുടെ നേതാക്കന്മാരുടെ വഫാത്ത് അങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് തിങ്കളാഴ്ച രാവിലാണ്, ശംസുൽ ഉലമ തങ്ങൾ തിങ്കളാഴ്ച രാവിലാണ്, കണ്ണിയത്ത് ഉസ്താദ്. ഇങ്ങനെ നമ്മുടെ പൂർവിക സൂരികൾ അതിന്റെ ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ടുള്ള മുഖമാണ് ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദിന്റെ മുഖം. വളരെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് പോലെ ഒരു ഫാത്തിഹ അവരുടെ
അവരുടെ പേരിലേക്കുന്നു الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പഠിച്ചവനെ ഞങ്ങളുടെ ഫാത്തിഹാനെ നീ സ്വീകരിക്കണമേ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിലേക്ക് സഹായിച്ചവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നിഅമത്തും നൽകണമേ. ഈ മക്കളെ പോറ്റുന്ന, ഈ മക്കളെ സഹായിക്കുന്ന, എല്ലാവിധ പിന്തുണകൾ നൽകുന്ന എല്ലാ ആളുകൾക്കും ഖൈറും ബർക്കത്തും നിഅമത്തും നൽകണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തിന്റെ അൽ ഐൻ ഓഡിറ്റോറിയത്തിന്റെ ഉടമകൾ പല രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർക്കുണ്ട്. എല്ലാവർക്കും നീ ശിഫയും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ. ഇനി നമുക്ക് സംസാരിക്കുന്നത് മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പോതകുർശി എന്ന് പറയുന്ന സ്ഥലം. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പോതകുർശി, വാടാനാകുർശി, പിന്നെ ചത്തനാകുർശി, മുള്ളിയാകുർശി, പൊന്യാകുർശി, അങ്ങനെ ഓരോ കാരാകുർശി, ഇങ്ങനെയുള്ള ബിയ്യക്കുർശി, ഇങ്ങനെ ബോറും നെല്ലിക്കുർശി, ഇങ്ങനെ അങ്ങനെ. അപ്പൊ അവിടെ ഒരു പിന്നെ കോതകുർസിയിൽ ആ കുർസിയിൽ അവിടെ ഇരിക്കുന്ന ഒരാളാണ് നമുക്ക് ഡോക്ടറേറ്റ് നേടിയ ബഹുമാനപ്പെട്ട PT അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം 5 വർഷം തൃശൂർ ജില്ലയിലെ മർഹൂം കല്ലൂർ അബൂബക്കർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പള്ളി ദർസിൽ ഓതിപ്പടിക്കുകയും 9 വർഷം അദ്ദേഹം ദുബായ് ഇസ്ലാമിക് കാര്യാലയത്തിൽ റിസർച്ചർ നടത്തിക്കൊണ്ട് അദ്ദേഹം MA സോഷ്യോളജിയിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇപ്പോൾ അദ്ദേഹം മതപ്രബോധന പ്രവർത്തനങ്ങൾ രംഗത്തോടൊപ്പം തന്നെ ബിസിനസ് നടത്തുന്നു. ആദ്യമായി ഇസ്ലാമിക ടെലിവിഷൻ രംഗത്തേക്ക് അവിടെയുള്ള ആളുകളെ ആകർഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നതും ബഹുമാനപ്പെട്ട PT യാണ്. നിങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട PT വളരെ ഗഹനമായ ഒരു വിഷയം എനിക്ക് ഒരു അത്ഭുതം തോന്നാണ്. പുസ്തകം 250 രൂപ എടുത്തിട്ട് വാങ്ങിയത് ഞാനാണ്. ഓക്കെ മുസ്താദ് പറഞ്ഞ പുസ്തകം ഞാൻ കൊണ്ടുപോകാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഉസ്താദ് ഓക്കെ മുസ്താദ് ഒരു ഇതാണ്. അപ്പൊ എനിക്കൊരു ഉസ്താദിന്റെ കൊടുത്തത് എന്റെ കയ്യിൽ നിന്ന് ഉസ്താദിന് വാങ്ങി, ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉസ്താദിന് വാങ്ങി. എനിക്കത് കൊടുത്തത് പിന്നെ എനിക്കത് വാങ്ങാനും മതി, ഒരു കിതാബ് കൊടുത്ത് തിരിച്ചു വാങ്ങാനും മതി. പക്ഷെ ഇദ്ദേഹം 2 കൊണ്ടുവന്നിട്ടുള്ളൂ. PT ഒന്നിതാ എന്റെ കയ്യിൽ തന്നു. ഞാൻ മനസ്സിലാക്കാണ് പഠിച്ചോനെ, എന്റെ മനസ്സ് പോലെ ഓക്കെ മുസ്താദ് പഠിക്കേണ്ടത് ഉസ്താദിന്റെ അടുത്തിന്റെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതൊരു സംഭവമാണ്. ഇത് ഒരാൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എന്റെ കയ്യിൽ ഒരു തന്നതാ പിടിച്ചോളി, മുപ്പൊരു പേര് എഴുതി ഒപ്പിടുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ഒരു ലിങ്കാണ്, ഒരു ബന്ധമാണ്. എന്റെ മാന്യ സഹോദരനെ സാദരം ക്ഷണിക്കുന്നതോടൊപ്പം ഈ മക്കൾ ഇവിടെ സ്ഥാപനത്തിൽ പഠിക്കുകയാണ്. ഈ മക്കളെ നോക്കണം. ഇവർക്ക് പല പദ്ധതികളുണ്ട്. അലിസ്താദ് അവിടെ ഉണ്ട്. പല ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ പാറിൽ നടക്കുന്ന ഈ മഹനീയ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവിധ ഒത്താശകളും പിന്തുണകളും നിങ്ങളാൽ കഴിയുന്ന ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മക്കളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ അഭിവന്യ പിതാവിന്റെ സുഹൃത്തിനെ നിങ്ങൾക്ക് വേണ്ടി സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.